അക്യുപഞ്ചർ പഠിപ്പിക്കലെന്ന് മാത്രമല്ല, ഇതെല്ലാം ഹാൻഡ് ഓവർ ചെയ്യാനാണ് ഞാൻ പോണത് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരി കുറേ വർഷം ജീവിക്കാനൊന്നും പാടില്ല. അപ്പൊ അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ ഇവിടെ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഒക്കെ പഠിക്കണത് എല്ലാവർക്കും ഉപകാരപ്പെടണം. ഇത് ഏതാണ് സ്ഥലം എന്നറിയാമോ? ഇതാണ് ഒരുപാട് രോഗികളുടെ വേദനയുള്ള ആളുകളുടെ വേദന മാറ്റുന്ന അസീസി ഹോളിസ്റ്റിക് ഹോസ്പിറ്റലിലാണ് ഇപ്പൊ ഞാനുള്ളത്. ഇവിടെ നിരവധി ആളുകളാണ് കേട്ടോ ദിവസവും വേദനയുള്ള ആളുകൾ വന്ന് ട്രീറ്റ് ചെയ്ത് പോണത്. കൈ പൊങ്ങാത്തത്, ആർത്രൈറ്റിസ്, അങ്ങനെ പലതരം. പിന്നെ കുട്ടികളുടെ സംസാരശേഷി ഇല്ലാത്ത കുട്ടികൾ, അതായത് സംസാരിക്കാൻ വൈകുന്ന കുട്ടികളുടെ തെറാപ്പി, അത് നിരവധിയുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ അക്യുപഞ്ചറിൻ്റെ ട്രിക്സുകൾ, സിസ്റ്ററിൻ്റെ ആ രഹസ്യ ട്രീറ്റ്മെൻറ്റ് എല്ലാം സിസ്റ്റർ പരസ്യമാക്കാൻ പോവാണ്. ഇപ്പം സിസ്റ്റർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ട് ഇവിടെ ഒരു അക്യുപഞ്ചറിൻ്റെ ഒരു വിദ്യാലയം സ്റ്റാർട്ട് ചെയ്യാനാണ് സിസ്റ്റർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ കുട്ടികൾക്ക് നമ്മുടെ ഭാവിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം ഈ ചികിത്സാ ട്രീറ്റ്മെൻറ്റുകളും ചികിത്സാ ട്രിക്സുകളും സീക്രട്ടുകളും ഒക്കെ സിസ്റ്റർ പറഞ്ഞു കൊടുക്കൂട്ടാ. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോ, ഇത് പഠിക്കുകയും ചെയ്യുക. പിന്നെ അസുഖമുള്ള ആളുകൾക്ക് ഇത് ട്രീറ്റ് ചെയ്യാനും ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി. ഞാൻ സിസ്റ്ററിനോട് കുറേ കാര്യങ്ങളും കൂടി ചോദിച്ച് നിങ്ങളെ കേൾപ്പിച്ചു തരാട്ടാ. ഒരു ക്ലാസ് കൊടുത്താൽ ഞാൻ എൻ്റെതോടുകൂടി ഇത് തീരരുതല്ല. ഇപ്പോൾ ഇനി ഒരുപാട് അടുത്ത ജനറേഷൻ ഇങ്ങനെ വരണം. അതാണ് തിയറികൾ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞോണ്ട് 5 എലമെന്റ് തിയറി, യാങ് തിയറി, ഓർഗൻ ക്ലോക്ക്, അതുമായിട്ട് നമ്മൾ ബന്ധിപ്പിച്ചിട്ട് എങ്ങനെ പേഷ്യന് എത്രയും വേഗത്തിൽ സുഖപ്പെടുത്തി എടുക്കാൻ പറ്റും. അത് എൻ്റെ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരി കുറേ വർഷം ജീവിക്കാനൊന്നും പാടില്ല. അപ്പൊ അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ ഇവിടെ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഒക്കെ പഠിക്കണത് എല്ലാവർക്കും ഉപകാരപ്പെടണം. എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചെടുത്താൽ അവർക്ക് ഉപകാരമാണെന്ന് അവർക്ക് തോന്നണം. കാരണം അത് ഞാൻ അവർക്ക് കൈമാറാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നെ അധികാരികൾ ഏർപ്പെടുത്തിയേക്കണ അതിനാണ്. ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ചെയ്യണമെന്നും തോന്നിയതും ഒരു BSSന്റെ അല്ലെങ്കിൽ ഒരു ശരിക്കുള്ള ഒരു സർട്ടിഫിക്കറ്റോട് കൂടി കുട്ടികൾക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യണമെന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെ ഞാൻ ക്ലാസ് തുടങ്ങാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഞാനത് ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയതാ. ശരി, ഓക്കെ. വളരെ സന്തോഷം. കാരണം എന്താ, സിസ്റ്ററിന്റെ കൂടെ തന്നെ തീരരുത് എന്നുള്ള ആഗ്രഹമല്ലേ? തീരൂല ഇത് തീരണില്ല. അത് വലിയൊരു ആഗ്രഹമാണ്, വലിയൊരു മനസ്സാണ്. കൊറേ ലൈഫ് സ്റ്റൈൽ കൊണ്ടൊക്കെ വന്ന അസുഖങ്ങളുണ്ടേ. അതൊക്കെ പണ്ടെല്ലാം നമ്മള് കുക്കിംഗ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ജങ്ക് ഫുഡൊക്കെ ഞങ്ങൾ കുറെ കഴിക്കാൻ തുടങ്ങി, കുഞ്ഞുങ്ങളും വലിയ ആളുകളും എല്ലാവരും. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ നമ്മുടെ ആരോഗ്യം എങ്ങനെ വീണ്ടെടുക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ആർജിച്ചെടുത്തതും ഞാൻ കുറെ പഠിച്ചത് കൊണ്ടും കിട്ടിയ കാര്യങ്ങൾ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യും. ഈ പഠിപ്പിക്കൽ മാത്രമല്ല, അക്യുപഞ്ചർ പഠിപ്പിക്കലെന്ന് മാത്രമല്ല, ഇതെല്ലാം ഹാൻഡ് ഓവർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അക്യുപഞ്ചർ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാർക്ക്, ഇപ്പൊ വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടാകും. കാരണം പഠിക്കാനൊക്കെ അവർക്കൊക്കെ പഠിക്കാൻ പറ്റുമോ? എല്ലാവർക്കും പഠിക്കാം. കാരണം +2 എങ്കിലും പഠിച്ചിരിക്കണം. കാരണം അതിനകത്ത് കുറെ തിയറികളൊക്കെ ഉണ്ട്. അപ്പൊ അത് എല്ലാവരും പഠിക്കാനുള്ള, ഗ്രാസ്പ് ചെയ്യാനുള്ള പവറെങ്കിലും ഉണ്ടാകണം. അല്ലാത്തവർക്ക് ഞാൻ പ്രഷർ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, കളർ തെറാപ്പി, സീഡ് തെറാപ്പി, അതെല്ലാം ഞാനും അങ്ങനെയും ചെയ്യും. അതൊരു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനത് കമ്പൽസറി ആയിട്ട് ഇത് പറയുന്നത്. ശരി. ഏതായാലും ഇങ്ങനെ ഒരു സംരംഭം കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനും പുതിയൊരു ജനറേഷന് അക്യുപഞ്ചർ പറഞ്ഞു കൊടുക്കാനും ഒക്കെ തോന്നിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു സിസ്റ്റർ. അതെ, താങ്ക് യു.